125 വർഷമൊക്കെ പോട്ടെ, ഇവരുടെ ഈ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്താണ് ഇന്ത്യയോട് ചെയ്തു വെച്ചിരിക്കുന്നത്? इस प्रकार से रुपया इतनी तेजी से गिर नहीं सकता। अरे अगर नेपाल का रुपया नहीं गिरता है, बांग्लादेश की करेंसी नहीं गिरती है, पाकिस्तान की करेंसी नहीं गिरती, श्रीलंका की करेंसी नहीं गिरती, क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है? 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യൻ കറൻസിയുടെ ഡോളറിനെതിരെയുള്ള മൂല്യം 62 രൂപയായിരുന്നു. 10 വർഷത്തിനിപ്പുറം 82 രൂപ. അതായത് ഇന്ത്യൻ കറൻസിക്ക് ആഗോളതലത്തിൽ 30% ഇടിവ്. ക്യാ കാരൺ ഹേ മോദിജി? ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ 125 രാജ്യങ്ങളിൽ 111 സ്ഥാനത്ത്. 24 മണിക്കൂറിനുള്ളിൽ ഒരു ഭക്ഷണവും കിട്ടാത്ത 2 വയസ്സിന് താഴെ പ്രായമുള്ള 6.7 മില്യൺ കുഞ്ഞുങ്ങൾ, സീറോ ഫുഡ് ചിൽഡ്രൻ ഇന്ത്യയിലുണ്ട്. ആഗോളതലത്തിൽ 3-ാം സ്ഥാനത്ത്. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും മാത്രം എന്തായാലും നല്ല പുരോഗമനമുണ്ട്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 2014 മുതൽ 2022 വരെ 1,474,000 കർഷകർ ആത്മഹത്യ ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ക്രൂരതയ്ക്കെതിരെ ഡൽഹിയിൽ നീതിക്കായി നടത്തിയ 1-ാം കർഷക സമരത്തിൽ മാത്രം പൊലിഞ്ഞത് 700ഓളം ജീവനുകൾ. മോദി की गारंटी है. ശ്രീമാൻ നരേന്ദ്രമോദിജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടല്ലോ കളമൊഴിഞ്ഞ ഗുസ്തി താരങ്ങൾ, സ്ത്രീത്വം പിച്ച് ചീന്തപ്പെട്ട മണിപ്പൂർ, കണ്ണീരിൽ ആഴ്ത്തിയ കത്വ, ഉന്നാവ്, മാപ്പർഹിക്കാത്ത ഹദ്രാസ്. 2 വർഷത്തിനുള്ളിൽ അപ്രത്യക്ഷരായ 13,13,078 സ്ത്രീകൾ. ഓരോ മണിക്കൂറിലും ഒരു പീഡന കേസ്. ബുൾഡോസർ രാജിൽ തകരുന്ന ജീവിതങ്ങൾ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ കഴിയാതെ ആകുന്ന ഇന്ത്യ. മോദി की गारंटी है. CMAയുടെ കണക്കുകൾ പ്രകാരം തൊഴിലില്ലായ്മ എക്കാലത്തെയും ഉയർന്ന നിരക്കായ 9.4% 2 കോടി തൊഴിൽ എന്ന് വാഗ്ദാനം നൽകി വന്നൊരു സർക്കാർ. സ്റ്റേറ്റ് ഓഫ് വർക്കിംഗ് ഇന്ത്യ 2023 റിപ്പോർട്ട് പ്രകാരം 2021-22 ഇന്ത്യയിലെ 25 വയസ്സിന് താഴെയുള്ള ബിരുദധാരികളിൽ 42%-ലധികം പേരും ജോലിയില്ലാത്തവർ. 2018-നും 22-നും ഇടയിൽ രാജ്യത്ത് തൊഴിലില്ലായ്മ കാരണം 25,231 യുവജനങ്ങൾ ആത്മഹത്യ ചെയ്തു. മോദി की गारंटी है. ഇത് മാത്രമാണ് മോദിയുടെ ഇന്ത്യ. And all we can say is that this is not the India we need.